ഈ കഥയിലെ ഹീറോനെ നമുക്ക് രവീന്ന് വിളിക്കാം. രവിക്ക് 45 വയസ്സാണ്. 2 ആഴ്ച മുമ്പേ രവീൻ്റെ ഒരു ഫ്രണ്ട് രവീന് കുറച്ച് ടാബ്ലറ്റ്സ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, "ഇത് കഴിച്ചാൽ മതി, എല്ലാ പ്രോബ്ലംസും ശരിയാവും." പക്ഷെ രവി ഇതുവരെ ആ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. ഒരു ഡോക്ടറോട് ചോദിക്കാതെ എങ്ങനെയാ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിക്കുക? പോരാത്തതിന് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ടാബ്ലറ്റ് കഴിക്കാൻ പേടിയുമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നമാണ്, ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ആവും, പിന്നെ നിർത്താൻ പറ്റില്ല, ഇങ്ങനത്തെ ചിന്തകളൊക്കെ കാരണം രവി ആ ടാബ്ലറ്റ് കയ്യിൽ വെച്ച് ഇരിക്കാന്നല്ലാതെ കഴിച്ചിട്ടില്ല. രവീന് ഒറിജിനലി ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിനേക്കാളും ഇപ്പോൾ രവീനെ അലട്ടുന്നത് ഈ ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തകളും അതിനോടുള്ള പേടിയുമാണ്. നിങ്ങളും ലക്ഷക്കണക്കിന് പുരുഷന്മാരെ പോലെ ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസവൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉദാഹരണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടെഡലാഫിൽ, സിൽഡനാഫിൽ ഇത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസ്ക് എന്താണ്, സുരക്ഷിതമായി ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഉദാഹരണ പ്രശ്നം കാരണം പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന നാണക്കേടും ഷെയിമും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഉദാഹരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പ്രായം കൂടുന്നതിനനുസരിച്ചും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെയും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അധിക പുരുഷന്മാർക്കും നേരിടേണ്ടി വരാറുണ്ട്. ഉദാഹരണക്കുറവ് ഉണ്ടാവാൻ ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. അതിൽ സ്ട്രെസ് ഉണ്ട്, പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത്, അമിതവണ്ണം, ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, എക്സസൈസ് ഇല്ലാത്ത ഒരു ജീവിതശൈലി, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാവുന്നുണ്ട്. ഉദാഹരണക്കുറവെന്ന് പറയുന്നത് ഒരു സ്വഭാവ ദൂഷ്യമല്ല, മറ്റു തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിനെ പോലെ ഇതും ഒരു കണ്ടീഷനാണ്. ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, കാരണം മറ്റ് ഹെൽത്ത് കണ്ടീഷൻസിനെ പോലെ ഇതിനും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അധികം ആൾക്കാർക്കും ഉദാഹരണക്കുറവിനുള്ള ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ള പേടിയാണ്. പക്ഷെ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണക്കുറവെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ആദ്യത്തെ ലക്ഷണമാവാന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് പകരം അത് ഒളിച്ചു വെക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഒന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. കാരണം ഉദാഹരണക്കുറവെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം ചെക്ക് ചെയ്യേണ്ട സമയമായി എന്ന് പറയുന്നത് ഒരു അലാറം പോലെയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് അവർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് വാങ്ങിക്കുന്നതും അത് കയ്യിൽ സൂക്ഷിക്കുന്നതല്ല ഉദാഹരണക്കുറവിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എന്നും പറയുന്നത്. നിങ്ങളൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത്. ഇനി നമുക്ക് ഈ ടാബ്ലറ്റ്സ് ടെഡലാഫിൽ, സിൽഡനാഫിൽ ഇങ്ങനെ ഉദാഹരണക്കുറവിന് വേണ്ടി ഡോക്ടർമാർ എഴുതുന്ന ടാബ്ലറ്റ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസും മുമ്പേ ഇതേ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ടാബ്ലറ്റ്സും ലിംഗത്തിലേക്ക് എത്തുന്ന രക്തക്കുഴലിനെ ഒന്ന് വികസിപ്പിച്ച് അങ്ങോട്ട് കൂടുതൽ രക്തത്തിനെ എത്തിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയും കൂടുതൽ സമയത്തേക്ക് അവിടെ തന്നെ രക്തത്തിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് 1-2 വർഷം മുമ്പേ ഡോക്ടർമാർ എഴുതി തുടങ്ങിയ മരുന്നൊന്നുമല്ല. 30 വർഷത്തിന് മുകളിലായി ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻസിൽ പെടുന്ന ചില മെഡിസിൻസാണ് ഉദാഹരണത്തിന് ഉപയോഗിക്കുന്ന PDE5 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് അല്ല. അധികം ആൾക്കാരും പക്ഷേ ഈ മരുന്നുകൾ തെറ്റിദ്ധരിക്കുന്നത് ഈ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് ആവശ്യമുള്ള ഡിസയറും മൂഡും ഇതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ഈ മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത്. വീട്ടിലെ ഒരു പൈപ്പ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ പൈപ്പിലേക്ക് വരുന്ന പ്ലംബിംഗ് സിസ്റ്റം ശരിയാക്കുന്ന രീതിയിലുള്ള റിപ്പയറാണ് ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിന് ആവശ്യമുള്ള സെക്ഷുവൽ അറൗസൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മെഡിസിൻസും വർക്ക് ചെയ്ത് തുടങ്ങുകയുള്ളൂ. ഇത്തരത്തിലുള്ള അറൗസൽ ഇല്ലെങ്കിൽ സിൽഡനാഫിലും ടെഡലാഫിലും പോലത്തെ മെഡിസിൻസും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഈ ഗ്രൂപ്പിൽ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിൽഡനാഫിലും ടെഡലാഫിലുമാണ്. ഇത് രണ്ടും തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ട ടൈമിംഗ് ആണ്. സിൽഡനാഫിൽ എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ, 6 മുതൽ 8 മണിക്കൂർ വരെ. അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെയാണ് ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ സിൽഡനാഫിലിൻ്റെ അബ്സോർപ്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ടെഡലാഫിലാണെന്നുണ്ടെങ്കിൽ അതും ബന്ധപ്പെടുന്നതിന് മുമ്പേ തന്നെയാണ് കഴിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റ് കുറച്ച് കൂടുതൽ സമയം നീണ്ടു നിൽക്കും, ഒരു ദിവസം അല്ലെങ്കിൽ അതിനും കൂടുതൽ സമയം. ടെഡലാഫിലിൻ്റെ എഫക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഭക്ഷണം കഴിച്ച ഉടനെ ടെഡലാഫിൽ കഴിച്ചു കഴിഞ്ഞാലും അധികം ആൾക്കാർക്കും അബ്സോർപ്ഷൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇങ്ങനെ കൂടുതൽ സമയം ഇഫക്റ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ടെഡലാഫിലിനെ
വീക്കെൻഡ് ടാബ്ലറ്റ് എന്നും പറയുന്നത്. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സിൽഡനാഫിൽ ഓൺ ഡിമാൻഡ് ആയിട്ട് മാത്രം കഴിക്കുന്നതാണെങ്കിൽ ടെഡ്ലാഫിൽ ഡെയിലി ഡോസസിലും അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ടാബ്ലറ്റ്സ് സിൽഡനാഫിലാണോ ടെഡ്ലാഫിലാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള മെഡിസിൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന കടയിലുള്ള ചേട്ടനോ നിങ്ങളുടെ കൂട്ടുകാരനോ ആയിരിക്കരുത്. അതൊരു ഡോക്ടർ ആയിരിക്കണം, ഒരു യൂറോളജിസ്റ്റ് ആയിരിക്കണം. ഇനി അധികം ആൾക്കാർക്കും അറിയേണ്ടത് ഈ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ്. അതും കൃത്യമായി പറയാം. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി മൈൽഡാണ്. ഏറ്റവും കോമൺ ആയിട്ടും കണ്ടുവരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് തലവേദന, മസിൽ വേദന ഉണ്ടാവാം, മുഖത്ത് ചുവക്കുന്നത് പോലെ ഉണ്ടാവാം, അതിനെ ഫ്ലഷിംഗ് എന്നാണ് പറയുന്നത്. ചിലർക്ക് മൂക്കടപ്പ് ഉണ്ടാവാം, ചിലർക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇൻഡൈജഷൻ ഉണ്ടാവാം. ടെഡലാഫിൽ കഴിക്കുന്നവർക്കാണ് മസിൽ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ളത്. സിൽഡനാഫിൽ കഴിക്കുന്ന ചിലർക്ക് കാഴ്ചയിൽ ടെമ്പററി ആയി നീല പെയിന്റ് അടിച്ചതുപോലെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ മോസ്റ്റ്ലി കുറച്ച് സമയത്തേക്ക് നിൽക്കുകയുള്ളൂ. നമ്മളുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ തനിയെ മാറുന്നതുമാണ്. ഇനി റെയർ ആയിട്ടുള്ള പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് സീരിയസുമാണ്. വല്ലപ്പോൾ മാത്രമേ അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാനും സാധ്യതയുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് പ്രയാപ്പിസമാണ്. പ്രയാപ്പിസം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിലും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഉദാഹരണമാണ്. അത് ചിലപ്പോൾ പെയിൻഫുള്ളും ആവാം. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ആവശ്യത്തിലും കൂടുതൽ ഡോസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് പ്രയാപ്പിസം അനുഭവപ്പെടാറുണ്ട്. പെട്ടെന്ന് കാഴ്ചയിലുണ്ടാകുന്ന ചേഞ്ചസോ കേൾവിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതാണ്. ഞാൻ ഇത്തരത്തിലുള്ള റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഈ മെഡിസിൻസ് കഴിച്ചാൽ ഉണ്ടാവാന്നുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മെഡിസിൻസിനോടുള്ള ഭയം നമുക്ക് മാറ്റാൻ പറ്റുന്നത് അറിവിലൂടെയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമാണ് ഓർമ്മയിൽ വെക്കേണ്ടതെങ്കിൽ അത് ഇനി പറയാൻ പോകുന്നതാണ്. നൈട്രേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നിൻ്റെ കൂടെ സിൽഡനാഫിലും ടെഡലാഫിലും പോലത്തെ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളതല്ല. ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എഴുതി കൊടുക്കുന്നത്. ചിലർക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവാം, അപ്പോൾ നാവിൻ്റെ അടിയിൽ വെക്കാൻ പറയുന്ന മരുന്ന് അത് ഒരു തരത്തിലുള്ള നൈട്രേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ECGയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടിട്ട് ഡോക്ടേഴ്സ് മരുന്നുകൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നൈട്രേറ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ചില തരത്തിലുള്ള ഉത്തേജക മരുന്നിൻ്റെ കൂടെയും നൈട്രേറ്റ്സ് ഉൾപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം സിൽഡനാഫിലും ടെഡലാഫിലും ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ BP വല്ലാതെ കുറഞ്ഞു പോവാം. അത് ചിലപ്പോൾ ലൈഫ് ത്രെട്ടനിങ്ങും ആയേക്കാം. ഈ മെഡിസിൻസിന് മറ്റു ചില മെഡിസിൻസുമായിട്ട് ചെറിയ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ആൽഫ ബ്ലോക്കേഴ്സും ആൻറ്റി ഫംഗൽ മെഡിസിൻസിനോടൊപ്പം ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാം. ഇത് ഈ ടെഡലാഫിൽ സിൽഡനാഫിൽ മെഡിസിൻസിൻ്റെ അബ്സോർപ്ഷനെയോ ഇഫക്റ്റിനെയോ അത് ബാധിച്ചേക്കാം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന മെഡിസിൻസിനൊക്കെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആക്കി തന്നെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഡോക്ടറുമായിട്ടാണ്. ഫ്രണ്ട് തരുന്ന ടാബ്ലറ്റ്സ് ഒന്നും നോക്കാതെ കഴിക്കുകയല്ല വേണ്ടത്. കാരണം നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങളുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ എന്താണ്, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയാണ്, നിങ്ങൾ മറ്റേതൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അത് നൈട്രേറ്റ്സ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഒരു ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ലെങ്കിലും അത് ചോദിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. വെറും 5 മിനിറ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ മതി ഒരു ഡോക്ടറിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പ്രിസ്ക്രിപ്ഷൻ തരാനും. ഇപ്പം ഈ ടെഡലാഫിൽ സിൽഡനാഫിൽ പോലത്തെ മെഡിസിൻസിൻ്റെ പേടിയൊക്കെ മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണെന്നും കൂടി പറയാം. അത് തുടങ്ങുന്നത് ഒരു പ്രിസ്ക്രിപ്ഷനായിട്ടാണ്. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ഹാർട്ടിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും മറ്റ് കണ്ടീഷൻസൊക്കെ നോക്കി നിങ്ങൾക്ക് തരുന്ന പ്രിസ്ക്രിപ്ഷനായി. എത്ര ഡോസിലാണ് ഈ പറഞ്ഞ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് എന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറായിരിക്കും. മോസ്റ്റ്ലി ലോവസ്റ്റ് ഡോസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെഡലാഫിലിൻ്റെ ലോവസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് 5 milligrams ആണ്. പിന്നെ അത് 10-20 milligrams അവൈലബിൾ ആണ്. സിൽഡനാഫിലിൻ്റെ ലോവസ്റ്റ് ഡോസ് 25 milligrams ആണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് 50-100 milligrams ഒക്കെ ഉണ്ട്. ഇങ്ങനെ പല ഡോസിലും ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് അവൈലബിൾ ആവുന്നതിൻ്റെ കാരണം ഇതാണ്. മറ്റൊരു കോമൺ മിസ്റ്റേക്ക് അധികം ആൾക്കാരും വരുത്തുന്നത് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഓൺലൈനായി റെപ്യൂട്ടഡ് ഫാർമസി അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള മെഡിസിൻസിൻ്റെ കൗണ്ടർ ഫീറ്റ് പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. അധികം ആൾക്കാരും വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് സിൽഡനാഫിൽ പോലത്തെ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിൻ്റെ മുമ്പേ ഹെവി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ്. ഇങ്ങനത്തെ ഭക്ഷണം വയറിലുള്ള സമയത്താണ് സിൽഡനാഫിൽ ടാബ്ലറ്റ്സ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയും, അതിൻ്റെ ഇഫക്റ്റും കുറയും. അധികം ആൾക്കാരും 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് അവർ വിചാരിച്ചത്ര ഇഫക്റ്റ് ഇല്ലാന്ന് വിചാരിച്ചത് നിർത്താറുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടർ എഴുതി തന്ന അത്രയും സമയത്തേക്ക് തന്നെ ഇത് ഉപയോഗിച്ച് നോക്കുക. ഫോളോ അപ്പിന് വേണ്ടി വീണ്ടും ഡോക്ടറെ തന്നെ സമീപിക്കുക. ആദ്യത്തെ 1-2 പ്രാവശ്യം ഈ ടാബ്ലറ്റ്സ് ഡോക്ടർ എഴുതി തന്ന ഡോസിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കാതെ ഈ ടാബ്ലറ്റ്സിൻ്റെ ഡോസ് കൂട്ടുന്നതും അധികം ആൾക്കാരും വരുന്ന മിസ്റ്റേക്കാണ്. ഡോസ് കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ഉദാഹരണം ഉണ്ടാവണമെന്നല്ല,
നേരെ മറിച്ച് ഡോസ് കൂടുന്നതിനനുസരിച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുന്ന മറ്റൊരു ഡ്രിങ്കാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കാതിരിക്കുക. അധികം ആൾക്കാരും ഇതിനെ മൂഡ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ടെഡ്ലാഫിലും സിൽഡനാഫിലും അങ്ങനത്തെ യാതൊരു ഇഫക്റ്റും ഇല്ല. ഉദാഹരണക്കുറവിൻ്റെ യഥാർത്ഥ കാരണത്തിനെയല്ല ഈ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ചികിത്സിക്കുന്നത്. നേരെ മറിച്ച് ഉദാഹരണം എന്ന് പറയുന്ന പ്രക്രിയനെയാണ് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഉദാഹരണക്കുറവിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനും അതിൻ്റെ ചികിത്സ തുടങ്ങാനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡോക്ടർ കൺസൾട്ടേഷനാണ്. ഇനി നമുക്ക് രവിയുടെ കഥയിലേക്ക് തിരിച്ചു വരാം. രവി ഈ ടാബ്ലറ്റ്സ് കയ്യിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. രവി ചെയ്തത് നാണക്കേടെല്ലാം മാറ്റിവെച്ച് ഒരു ഡോക്ടറുമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഡോക്ടറുമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ രവീൻ്റെ ഭയം മാറി. രവിക്ക് ഈ ടാബ്ലറ്റ്സിനോടുള്ള ഭയവും മാറി. കൃത്യമായിട്ടുള്ള ഡോസിൽ രവി ഈ ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങിയപ്പോൾ രവീൻ്റെ പ്രശ്നങ്ങളും കുറഞ്ഞു വന്നു. രവീൻ്റെ കോൺഫിഡൻസ് കൂടി വന്നു. ഈ വീഡിയോയുടെ മെസ്സേജും അത് തന്നെയാണ്. ഉദാഹരണക്കുറവെന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷനെയോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സിനെയോ അല്ല നമ്മൾ ഭയക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള അറിവ് നേടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അധികം ആൾക്കാർക്കുമുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള യൂറോളജി സെൻറ്റേഴ്സിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള ഭയമൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഭയമൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഡോഫുഡി ഉപയോഗിക്കാം. മറ്റാരും അറിയാതെ നിങ്ങൾക്കും സൗകര്യമുള്ള സമയത്ത് കേരളത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന യൂറോളജിസ്റ്റുമായി നിങ്ങൾക്ക് കോൺഫിഡൻഷ്യലായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ആവശ്യമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഓൺലൈനായിട്ട് തന്നെ ലഭിക്കാനും ഡോഫുഡിയിൽ സാധിക്കുന്നതാണ്. വെയിറ്റിംഗ് റൂമിൽ തല കുനിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഭയം വേണ്ട. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഡോഫുഡിയിലെ ഇത്തരത്തിലുള്ള യൂറോളജി കൺസൾട്ടേഷൻസ് എന്ന് പറയുന്നത്. യൂറോളജിസ്റ്റുമായിട്ടുള്ള കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും പിൻഡ് കമൻറ്റിലും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ആരോഗ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ ഭയത്തിനെയും നാണക്കേടിനെയും സമ്മതിക്കരുത്. ഇത് രണ്ടും മാറ്റിവെച്ച് നിങ്ങളും രവി ചെയ്തതുപോലെ ഒരു യൂറോളജിസ്റ്റുമായി സംസാരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണും. ബൈ.